ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങളാണ്. ഈ ഭാഗം നമ്മൾ നോക്കുന്നത് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് വരുന്ന ഒരു പ്രസ്താവനയും പിന്നെ വാദങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതാൻ കഴിയുന്നതല്ല. പകരം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉത്തരം നമ്മുടെ യുക്തിക്കനുസരിച്ചാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരിക്കലും കാണാപ്പാഠം പഠിച്ചോ ഇക്വേഷൻ ഉപയോഗിച്ചോ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവന പിന്നെ വാദങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം: പ്രസ്താവനയും തർക്കങ്ങളും പരിഗണിക്കുകയും ഏത് തർക്കമാണ് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശക്തമായതെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. പ്രസ്താവന ഇതാണ്: സുരക്ഷ ഉറപ്പാക്കുന്നതിന് സൊസൈറ്റികളിൽ രാത്രി കാവൽക്കാരനെ നിയമിക്കണം. വാദങ്ങൾ: വേണം. ഒരു കാവൽക്കാരൻ ഉള്ളത് എപ്പോഴും നല്ല കാര്യമാണ്. അതുവഴി കള്ളന്മാരെ കുറച്ച് ഭയപ്പെട്ടാൽ മതി. 2. വേണ്ട. കാവൽക്കാരൻ ഉണ്ടെങ്കിലും കള്ളൻ ആക്രമിക്കില്ല എന്നതിന് ഒരു ഉറപ്പുമില്ല. ഇതിൻ്റെ ഉത്തരം വാദം 1 മാത്രമാണ് ശക്തമായത്. കാരണം രണ്ടാമത്തെ കാര്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാവൽക്കാരൻ ഉണ്ടെങ്കിലും കള്ളൻ ആക്രമിക്കില്ല എന്നതിന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാവൽക്കാരനെ നിയമിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ വാദം 1 മാത്രമാണ് ശക്തമായത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കാനാണ് വേണ്ടത്. പകരം എങ്ങനെയാണ് ഇതിന് ഉത്തരം കണ്ടെത്തുന്നതെന്നും എന്താണ് ഇതിൻ്റെ ഉത്തരമെന്നും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഉപകാരപ്പെടും. അടുത്തത്: താഴെ തന്നിരിക്കുന്ന വാദങ്ങളും നിഗമനങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുകയും വാദങ്ങളിൽ നിന്ന് യുക്തിസഹമായ നിഗമനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. വാദം ഇതാണ്: കൂടുതൽ വിളവ് ലഭിക്കാൻ രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുക. നിഗമനങ്ങൾ: രാസവളങ്ങൾ മനുഷ്യനും മണ്ണിനും ഒരുപോലെ ദോഷകരമാണ്. ജൈവവളങ്ങൾ രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് നൽകുന്നു. ഇതിൻ്റെ ഉത്തരം നിഗമനം 2 മാത്രമാണ് ശരി. നമ്മളിവിടെ നോക്കേണ്ടത് ഇതിൻ്റെ വാദമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിളവ് ലഭിക്കാൻ രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുക എന്നാണ്. കൂടുതൽ വിളവ് ലഭിക്കണമെങ്കിൽ ജൈവവളം ഉപയോഗിക്കണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. രാസവളങ്ങൾ മനുഷ്യനും മണ്ണിനും ഒരുപോലെ ദോഷകരമാണ്. അത് ശരിയാണെങ്കിലും ഈ ഒരു വാദത്തിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ഓപ്ഷൻ 3 നിഗമനം 2 മാത്രമാണ് ശരി. അടുത്തത്: താഴെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളെ പിന്തുടർന്ന് വരുന്ന 1, 2 എന്നിങ്ങനെ നമ്പറുള്ള 2 അനുമാനങ്ങളാണ്. പൊതുവെ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ആ പ്രസ്താവനകളെ ശരിയെന്ന് പരിഗണിക്കണം. പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നത് ഏതൊക്കെ അനുമാനങ്ങളാണെന്ന് തീരുമാനിക്കുക. പ്രസ്താവനകൾ ഇതാണ്: ചില സുഹൃത്തുക്കൾ സഹോദരിമാരാണ്. രണ്ടാമത്തെ: എല്ലാ സഹോദരിമാരും കസിനുകളാണ്. അനുമാനങ്ങൾ: ചില സഹോദരിമാർ കസിനുകളാണ്. 2. എല്ലാ സഹോദരിമാരും സുഹൃത്തുക്കളാണ്. ഇതിൻ്റെ ഉത്തരം അനുമാനം 1 മാത്രം പിന്തുണയ്ക്കുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും കരുതിയിരിക്കണം. കാരണം ഒരുപാട് ചോദിക്കാറുണ്ട്. അതിങ്ങനെ ഓർത്തിരിക്കാം: എല്ലാ എകളും ബികളാണ്. അതിൻ്റെ അനുമാനത്തിൽ എല്ലാ ബികളും എകളാണെന്ന് പറയാൻ പറ്റില്ല. പകരം ചില ബികൾ എകളാണെന്ന് പറയാൻ കഴിയും. അതുപോലെയാണ് ഇവിടെ എല്ലാ സഹോദരിമാരും കസിനുകളാണ്. എന്നാൽ എല്ലാ കസിനുകളും സഹോദരിമാരാണെന്ന് പറയാൻ കഴിയില്ല. ചില കസിനുകൾ സഹോദരിമാരാണെന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് ചില എകൾ ബികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബികളും എകളാണെന്ന് പറയാൻ കഴിയില്ല. പകരം ചില ബികൾ എകളാണെന്ന് പറയാൻ കഴിയും. ഇവിടെ ചില സുഹൃത്തുക്കൾ സഹോദരിമാരാണ്. എന്നാൽ എല്ലാ സഹോദരിമാരും സുഹൃത്തുക്കളാണെന്ന് പറയാൻ കഴിയില്ല. പകരം ചില സഹോദരിമാർ സുഹൃത്തുക്കളാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിൽ അനുമാനം 1 മാത്രമാണ് ശരി. ചില സഹോദരിമാർ കസിനുകളാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ഭാഗമാണ്. നന്നായി നോക്കിയിരിക്കുക. അടുത്ത്: തന്നിരിക്കുന്ന ചോദ്യം വായിക്കുകയും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ചോദ്യത്തിന് ഉത്തരം നൽകാൻ പര്യാപ്തമായതെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. ചോദ്യം ഇതാണ്: ഏത് ദണ്ഡാണ് R1, R2, R3, R4 എന്നിവയിൽ ഏറ്റവും ഭാരമേറിയത്? പ്രസ്താവനകൾ: R3, R4 എന്നിവയ്ക്ക് തുല്യഭാരവും R1നേക്കാൾ ഭാരവുമുണ്ട്. R2ന് R3യുടെ ഇരട്ടി ഭാരമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: R1, R2, R3, R4 ഈ 4 ദണ്ഡുകളിൽ ഏറ്റവും ഭാരമേറിയത് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഈ 2 പ്രസ്താവനകൾ ഇതിലേതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്നാണ് ചോദ്യം. R3, R4 എന്നിവയ്ക്ക് തുല്യഭാരവും R3, R4 തുല്യഭാരമാണ്. R1നേക്കാൾ ഭാരവുമുണ്ട്.
ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഏറ്റവും ഭാരമേറിയത് ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. R2 കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. R2-ന് R3-യുടെ ഇരട്ടി ഭാരമുണ്ട്. R2-ന് R3-യുടെ ഇരട്ടി ഭാരമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടി. ഏറ്റവും ഭാരം കൂടിയത് R2 ആണ്. അപ്പോൾ രണ്ട് പ്രസ്താവനകൾ കൂടി നോക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. പ്രസ്താവന 1ഉം 2ഉം ഒരുമിച്ച് പര്യാപ്തമാണ്. അടുത്ത് നൽകിയിട്ടുള്ള പ്രസ്താവന വായിച്ച ശേഷം നൽകിയിട്ടുള്ള അനുമാനങ്ങളിൽ ഏതാണ് പ്രസ്താവനകളിൽ തർക്കമറ്റതെന്ന് തീരുമാനിക്കുക. പ്രസ്താവന ഇതാണ്: ഒരു മനോഹരമായ സാരി അതിന് വിലക്കൂടുതലാണെങ്കിലും വിറ്റുപോകും. അനുമാനങ്ങൾ ഇതാണ്: 1, ചില സാരികൾ മറ്റുള്ളവയേക്കാൾ മികച്ചതാണ്. 2, മിക്ക സാരികളും വിലയേറിയതാണ്. ഇവിടെ അനുമാനങ്ങൾ നോക്കാം. ചില സാരികൾ മറ്റുള്ളവയേക്കാൾ മികച്ചതാണ്. അത് പറയാൻ കഴിയും. കാരണം ഇവിടെ പ്രസ്താവന വന്നിരിക്കുന്നത് ചില സാരികൾ വിലക്കൂടുതലാണെങ്കിലും വിറ്റുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സാരികൾ മറ്റുള്ളവയേക്കാൾ മികച്ചതാണെന്ന് പറയാൻ കഴിയും. എന്നാൽ മിക്ക സാരികളും വിലയേറിയതാണ് അത് പറയാൻ കഴിയില്ല. കാരണം വിലക്കുറവുള്ള സാരികളും ഉണ്ട്. അപ്പോൾ 1 മാത്രമാണ് തർക്കമറ്റത്. അടുത്ത് തന്നിട്ടുള്ള പ്രസ്താവന പരിഗണിച്ച് ഒപ്പമുള്ള അനുമാനങ്ങളിൽ ഏതാണ് പ്രസ്താവനയെ അവിതർക്കമാക്കുന്നതെന്ന് തിരഞ്ഞെടുക്കുക. പ്രസ്താവന ഇതാണ്: കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ 4.5 GM കപ്പാസിറ്റി ലേലം ചെയ്യുന്നുള്ള അടിസ്ഥാന വില സർക്കാർ കുറച്ചിരിക്കുന്നു. അനുമാനം ഇതാണ്: അടുത്ത വർഷം അടിസ്ഥാന വില ഇനിയും കുറയ്ക്കും. 2, കഴിഞ്ഞ വർഷം ലേലം പ്രതീക്ഷിച്ചത്ര നന്നായിട്ടില്ല. ഇവിടെ അനുമാനം 2 മാത്രം അവിതർക്കിതം. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രസ്താവനയും അതിനെ തുടർന്ന് 2 വാദഗതികളും നൽകിയിരിക്കുന്നു. പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വാദഗതികളിൽ ഏതെല്ലാമാണ് ശക്തമായതെന്ന് തീരുമാനിക്കുക. പ്രസ്താവന ഇതാണ്: മെച്ചപ്പെടുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും 2 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമമാണ്. വാദഗതി 1, അതെ, വൈദ്യുതി ഉപഭോഗം ഉൽപ്പാദനത്തെക്കാൾ കൂടുതൽ എളുപ്പമാണ്. 2, അല്ല, ഉൽപ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നമുക്ക് ഇക്കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. വാദഗതി ഒന്നാമത് നോക്കാം. അതെ, വൈദ്യുതി ഉപഭോഗം ഉൽപ്പാദനത്തെക്കാൾ കൂടുതൽ എളുപ്പമാണ്. അത് ശരിയാണ്. ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉപയോഗിക്കാൻ. അത് ശരിയാണ്. ഉൽപ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നമുക്ക് ഇക്കാലത്ത് വൈദ്യുതി ഉപയോഗിക്കാം. അത് പറയാൻ കഴിയില്ല. അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ വാദഗതി 1 മാത്രം ശക്തമാണ്. നിങ്ങൾക്ക് ഒരു ചോദ്യം 2 പ്രസ്താവനകളും നൽകിയിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രസ്താവനകൾ ഏതെല്ലാം ആണ് ആവശ്യമായിട്ടുള്ളത്, പര്യാപ്തമായിട്ടുള്ളതെന്ന് തിരിച്ചറിയുക. ചോദ്യം: ABC എന്നീ ബാഗുകളിൽ ഏത് ബാഗാണ് ഏറ്റവും ഭാരമുള്ളതിൽ രണ്ടാമത്തേത്? പ്രസ്താവനകളാണ്: Bക്ക് Aയേക്കാൾ ഭാരമുണ്ട്. 2, Aക്ക് Cയേക്കാൾ ഭാരക്കുറവാണ്. Bക്ക് Aയേക്കാൾ ഭാരമുണ്ട്. Aക്ക് Cയേക്കാൾ ഭാരം കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ചെറുത് മാത്രമാണ് കണ്ടെത്താൻ കഴിയുള്ളൂ. ഏറ്റവും ഭാരമുള്ളതിൽ രണ്ടാമത്തേതെന്ന് കണ്ടെത്താൻ കഴിയില്ല. 2 ഓപ്ഷൻ വെച്ചിട്ടും 2 പ്രസ്താവന വെച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം പര്യാപ്തമല്ല. നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിഗണിക്കുകയും പ്രസ്താവനകളിൽ നൽകപ്പെട്ടിട്ടുള്ള അനുമാനങ്ങളിൽ ഏതെല്ലാമാണ് തർക്കമറ്റതെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. പ്രസ്താവന: വരൂ നമുക്ക് കുറച്ച് ഐസ്ക്രീം നുണയാം. ലളിത അവളുടെ സുഹൃത്തിനോട് പറഞ്ഞു. അനുമാനങ്ങൾ: 1, ലളിത ഇതിനു മുമ്പും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. 2, ലളിതയ്ക്കും അവളുടെ സുഹൃത്തിനും ഐസ്ക്രീം ഇഷ്ടമാണ്. ആദ്യത്തെ അനുമാനം: ലളിത ഇതിനു മുമ്പും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഈ പ്രസ്താവന വെച്ചിട്ട് അത് പറയാൻ കഴിയില്ല. എന്നാൽ ലളിതയ്ക്കും അവളുടെ സുഹൃത്തിനും ഐസ്ക്രീം ഇഷ്ടമാണ് അത് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ഐസ്ക്രീം കഴിക്കാൻ പോയത്. 2 മാത്രം തർക്കമറ്റതാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകളും തീർപ്പുകളും ശ്രദ്ധാപൂർവം വായിക്കുകയും തുടർന്ന് പ്രസ്താവനകളിൽ നിന്നും യുക്തിപരമായി പിന്തുടരുന്ന തീർപ്പുകൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. പ്രസ്താവന: ഈവൻറ്റ് മാനേജർ വിനോദത്തിനായി കോമഡി ഷോയും ഒരു സ്കിറ്റും അവതരിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നു. തീർപ്പുകൾ: 1, ഈവൻറ്റ് മാനേജർ മാജിക് ഷോ ഇഷ്ടപ്പെടുന്നില്ല. 2, ഈവൻറ്റ് മാനേജർ കോമഡി ഷോകൾ മാത്രം ഇഷ്ടപ്പെടുന്നു. ഇവിടെ ആദ്യത്തെ തീർപ്പ്: ഈവൻറ്റ് മാനേജർ മാജിക് ഷോകൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. കാരണം പ്രസ്താവനയിൽ മാജിക് ഷോവിനെ പറ്റി പറയുന്നില്ല. പിന്നെ ഈവൻറ്റ് മാനേജർ കോമഡി ഷോകൾ മാത്രം ഇഷ്ടപ്പെടുന്നു അതും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം വിനോദത്തിനായി കോമഡി ഷോയും ഒരു സ്കിറ്റും അവതരിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1ഓ 2ഓ പിന്തുടരുന്നില്ല. നിങ്ങൾക്കൊരു ചോദ്യവും 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ചോദ്യോത്തരം നൽകുന്നതിന് ഏതെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്, പര്യാപ്തമായിട്ടുള്ളതെന്ന് തിരിച്ചറിയുക. ചോദ്യം: നിത്യയുടെ റാങ്ക് എന്താണ്? പ്രസ്താവനകൾ: ഒരു ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികളുണ്ട്. 2, നിത്യയേക്കാൾ കുറവ് സ്കോർ ചെയ്ത 15 വിദ്യാർത്ഥികളുണ്ട്.
ഇവിടെ ചോദ്യം നിത്യയുടെ റാങ്ക് എന്താണെന്നാണ്. അപ്പോൾ ആകെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്. അതിൽ നിത്യയേക്കാൾ കുറവ് സ്കോർ ചെയ്ത 15 വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിത്യയുടെ റാങ്ക് 10 ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ഒരുമിച്ച് പര്യാപ്തമാണ്. ഒരു പ്രസ്താവനയും അതിനെ തുടർന്ന് 2 തീർപ്പുകളും നൽകിയിരിക്കുന്നു. പ്രസ്താവനയെ ബന്ധപ്പെട്ട് തീർപ്പുകളിൽ ഏതെല്ലാമാണ് പിന്തുടരുന്നതെന്ന് തീരുമാനിക്കുക. പ്രസ്താവന: ഇൻ്റർവ്യൂ പാനൽ വഴി തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും യോഗ്യത ഇല്ലാത്തവരായിരിക്കും. തീർപ്പുകൾ: 1. ഇൻ്റർവ്യൂ പ്രക്രിയയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. 2. ഇൻ്റർവ്യൂ പാനലിൽ വിദഗ്ധർ ഉണ്ടാകുന്നതുകൊണ്ട് തിരഞ്ഞെടുക്കൽ നന്നായിരിക്കുമെന്ന് അർത്ഥമില്ല. പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂ പാനൽ വഴി തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും യോഗ്യത ഇല്ലാത്തവരായിരിക്കും എന്നാണ്. തീർപ്പുകൾ: 1. ഇൻ്റർവ്യൂ പ്രക്രിയയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. ശരിയാണ്. ഇൻ്റർവ്യൂ പാനൽ വിദഗ്ധർ ഉണ്ടാകുന്നതുകൊണ്ട് തിരഞ്ഞെടുക്കൽ നന്നായിരിക്കുമെന്ന് അർത്ഥമില്ല. ഇതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം പിന്തുടരുന്നു. അടുത്ത് ഒരു പ്രസ്താവനയും അതിനെ തുടർന്ന് 2 വാദഗതികളും നൽകിയിരിക്കുന്നു. പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വാദഗതികളിൽ ഏതെല്ലാമാണ് ശക്തമായതെന്ന് തീരുമാനിക്കുക. പ്രസ്താവന: ഇന്ധനം ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാൻ ബഹുജന അവബോധം സൃഷ്ടിക്കുന്നതിന് ഗവൺമെൻറ് പരിചരണ പരിപാടി നടത്തേണ്ടതുണ്ടോ? വാദഗതികൾ: 1. അതെ, വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ അളവിന്മേൽ അവബോധം സൃഷ്ടിക്കുന്നു. ഇത് പൗരന്മാരിൽ ഉത്തരവാദിത്വബോധം സൃഷ്ടിക്കും. 2. ഇല്ല, നഗരവൽക്കരണം ആളുകളെ സുഖലോലുപത പരിചിതരാക്കി. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അച്ചടക്കം ഉണ്ടാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ വാദം 1 മാത്രം ശക്തമാണ്. ചുവടുള്ള ചോദ്യം അതിനെ തുടർന്നുള്ള 3 പ്രസ്താവനകളും വായിക്കുക. ചോദ്യം: ലീലയ്ക്ക് 4 വ്യത്യസ്ത നിറങ്ങളുള്ള 10 മുടി ക്ലിപ്പുകളുണ്ട്. അവൾക്ക് എത്ര നീല ക്ലിപ്പുകളുണ്ടെന്ന് കണ്ടെത്തുക. പ്രസ്താവന: 1. 2 ചുവന്ന ക്ലിപ്പുകളുണ്ട്. 2. മഞ്ഞ നിറത്തുള്ള ക്ലിപ്പുകളുടെ എണ്ണം ചുവന്ന ക്ലിപ്പുകളിനേക്കാൾ ഇരട്ടിയാണ്. 3. ചുവപ്പും മഞ്ഞയും ക്ലിപ്പുകളുടെ മൊത്തം എണ്ണത്തിന് 1/3 പച്ച ക്ലിപ്പുകൾ ഉള്ളത്. മുകളിലുള്ള ചോദ്യത്തിന് ഉത്തരം പര്യാപ്തമായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ ചോദ്യം: ലീലയ്ക്ക് 4 വ്യത്യസ്ത നിറങ്ങളുള്ള 10 മുടി ക്ലിപ്പുകളുണ്ട്. അവൾക്ക് എത്ര നീല ക്ലിപ്പുകളുണ്ടെന്ന് കണ്ടെത്തുക. അപ്പോൾ ആകെയുള്ളത് 10 എണ്ണമാണ്. അതിൽ 4 വ്യത്യസ്ത കളറുകളുണ്ട്. ഇതിൽ നീലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന 1: 2 ചുവന്ന ക്ലിപ്പുകളുണ്ട്. റെഡ് 2 എണ്ണം ഉണ്ട്. മഞ്ഞ നിറത്തിലുള്ള ക്ലിപ്പുകളുടെ എണ്ണം ചുവന്ന ക്ലിപ്പുകളുടേക്കാൾ ഇരട്ടിയാണ്. അപ്പോൾ ചുവപ്പ് 2 ആണ്. അപ്പോൾ യെല്ലോ 4 ആയിരിക്കും. ഇനി അടുത്ത് പറഞ്ഞിരുന്നു ചുവപ്പും മഞ്ഞയും ക്ലിപ്പുകളുടെ മൊത്തം എണ്ണത്തിൻ്റെ 1/3 പച്ച ക്ലിപ്പുകൾ ഉള്ളത്. അപ്പോൾ ഗ്രീൻ. ചുവപ്പും യെല്ലോയും 2ഉം 4ഉം 6. 6ൻ്റെ 1/3 6/3 2. ഗ്രീൻ 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നീല ക്ലിപ്പുകളാണ്. ബ്ലൂ 10 - 2 + 4 + 2. 2ഉം 4ഉം 6. 6 2 8. 10 - 8 2. അപ്പോൾ ബ്ലൂവിൻ്റെ എണ്ണം കിട്ടി 2. ഈ 3 പ്രസ്താവനകളുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പ്രസ്താവന 1, 2, 3 എന്നിവ ഒരുമിച്ച് പര്യാപ്തമാണ്. നിങ്ങൾക്ക് 2 പ്രസ്താവനകളും 2 തീർപ്പുകളും തന്നിട്ടുണ്ട്. അവ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും പ്രസ്താവനയിൽ നിന്ന് തീർപ്പുകളിൽ ഏതാണ് യുക്തിപരമായി പിന്തുടരുന്നതെന്നും കണ്ടെത്തുക. പ്രസ്താവന ഇതാണ്: എല്ലാ മൊബൈലുകളും ഇലക്ട്രോണിക്സ് ആണ്. എല്ലാ ഇലക്ട്രോണിക്സും ചിപ്പുകളാണ്. തീർപ്പുകൾ: എല്ലാ ചിപ്പുകളും മൊബൈലുകളാണ്. എല്ലാ മൊബൈലുകളും ചിപ്പുകളാണ്. ഇവിടെ ആദ്യത്തെ തീർപ്പ് എല്ലാ ചിപ്പുകളും മൊബൈലുകളാണ്. നമ്മൾ റിവേഴ്സായിട്ട് പറയുമ്പോൾ അത് എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ചില എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് തെറ്റാണ്. ചില ചിപ്പുകൾ മൊബൈലുകളാണ് അങ്ങനെ പറഞ്ഞാൽ അത് ശരിയായിരിക്കും. രണ്ടാമത് എല്ലാ മൊബൈലുകളും ചിപ്പുകളാണ്. ഇവിടെ നേരെയാണ് പോകുന്നത്. അതുകൊണ്ട് അത് ശരിയാണ്. എല്ലാ മൊബൈലുകളും ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് എല്ലാം ചിപ്പുകളാണ്. അതുകൊണ്ട് 2 ശരിയാണ്. തീർപ്പ് 2 മാത്രമാണ് പിന്തുടരുന്നത്.